ജാക്ക് ഫിന്നിയുടെ തേർഡ് ലെവലാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ഒരു ഫസ്റ്റ് പേഴ്സൺ നറേഷനാണ്. ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നൊരു തീം എന്ന് പറയുന്നത് ടൈം ട്രാവലാണ്. സാധാരണ ഈ ടൈം ട്രാവൽ എന്ന് പറയുമ്പോൾ ഒന്നല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിലോട്ട് പോവാം, ഇല്ലെങ്കിൽ പാസ്റ്റിലോട്ട് പോവാം. ഇവിടെ നമ്മളുടെ മെയിൻ ക്യാരക്ടറായ ചാർലി പോകുന്നത് പാസ്റ്റിലോട്ടാണ്. അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിവിടെ ഉള്ളത് 3 ക്യാരക്ടേഴ്സാണ്. ഒന്ന് ചാർലി, 31 വയസ്സായി. അയാൾ നമ്മളോട് കഥ പറയുകയാണ്. അതാണ് ഈ ഫസ്റ്റ് പേഴ്സൺ നറേഷൻ. അയാളാണ് നമ്മളുടെ കഥയിൽ നറേറ്റർ. ജാക്ക് ഫിന്നി എന്ന് പറയുന്നത് ഓതറാണ്. അടുത്ത ക്യാരക്ടർ ലൂസി, വൈഫ് ഓഫ് ചാർലി. ചാർലിയുടെ ഭാര്യയാണ് നമ്മളുടെ ഈ രണ്ടാമത്തെ ക്യാരക്ടർ. പിന്നെയുള്ളത് സാമാണ്. അയാളൊരു സൈക്കാട്രിസ്റ്റാണ്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോവാം. ഈ കഥയുടെ ഒരു ഷോർട്ട് സമ്മറിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സ്റ്റോറി ആക്ച്വലി എഴുതിയിരിക്കുന്നത് 1952 പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് ടൈം ട്രാവൽ ടു പാസ്റ്റ് ആണെന്ന്. അപ്പോൾ അങ്ങനെ നമ്മളുടെ നറേറ്ററായ ചാർലി പോകുന്ന പാസ്റ്റാണ് ഈ 1894. അതായത് നമ്മുടെ സ്റ്റോറി എഴുതിയിരിക്കുന്നത് 1952 അതായത് സ്റ്റോറി നടക്കുന്നതും 1952 പക്ഷേ നമ്മളുടെ ക്യാരക്ടറായ ചാർലി പോകുന്ന, അതായത് പാസ്റ്റിലോട്ട് ടൈം ട്രാവൽ ചെയ്യുന്ന വർഷമാണ് 1894. ഇനി നമുക്ക് 2 പോയിൻറ്റിലോട്ടൊന്ന് കടക്കാം. അത് വേൾഡ് വാർ 1ഉം വേൾഡ് വാർ 2ഉം. ഈ 2 ഇയേഴ്സ് നമ്മൾ മനഃപ്പാടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ജനറൽ നോളേജിന് വേണ്ടി മാത്രം, ഈ സ്റ്റോറിയായിട്ട് ചെറിയൊരു കണക്ഷൻ ഇതിനുണ്ട്, അതിന് വേണ്ടി മാത്രമായിട്ട് പറയുന്നതാണ്. വേൾഡ് വാർ 1 നടക്കുന്നത് 1914 to 1918 വേൾഡ് വാർ 2 ആണെങ്കിലോ 1939 to 1945 അപ്പോൾ ഈ സ്റ്റോറി ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ സ്റ്റോറി നടക്കുന്നത് 1952 അപ്പോൾ ഈ സയൻസ് ഫിക്ഷൻ, അതായത് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസ് വന്നു തുടങ്ങുന്ന കാലഘട്ടമാണ് ഈ 1950s എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന റൈറ്റേഴ്സിൻ്റെ എഴുത്തിൽ എന്ത് കാണാൻ സാധിക്കും? ആ ഒരു കാലഘട്ടത്തിൻ്റെ എഫക്റ്റ് കാണാൻ സാധിക്കും. അങ്ങനെ വരുന്നൊരു എഫക്റ്റ്, ഈ വേൾഡ് വാറിൻ്റെ എഫക്റ്റാണ് ഏത് സ്റ്റോറിയിലുള്ളത്? നമ്മളുടെ ഈ തേർഡ് ലെവലിലുള്ളത്. ഈ ചാർലിക്ക്, നമ്മളുടെ മെയിൻ ക്യാരക്ടറായ ചാർലിക്ക് ഇപ്പോഴത്തെ പ്രസൻറ്റ് ലൈഫ്, അതായത് 1952 ലൈഫ് ഒട്ടും ഇഷ്ടമല്ല. കാരണം എന്താ? അത് ഫുൾ ഓഫ് സ്ട്രെസ്സും സ്ട്രെയിനുമാണ്. അയാൾക്ക് ഒരു ഹാപ്പിനെസ് തരുന്ന എന്തെങ്കിലോ ഒന്നും അതിലില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ആ ഒരു കാലഘട്ടത്തിനോട് തന്നെ അയാൾക്ക് വെറുപ്പാണ്. അയാൾക്ക് ആ കാലഘട്ടം ഇഷ്ടമല്ല താനും. അപ്പോൾ അയാൾക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൊരു ഇതിലാണ് അയാളുള്ളത്. അപ്പോൾ അയാൾക്ക് ഒന്ന് പാസ്റ്റിലോട്ട് പോകണം. പാസ്റ്റിൽ അദ്ദേഹം പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് ഗേൽസ്ബർഗ് എന്ന് പറയുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് പ്ലേസ്. അങ്ങനെ അദ്ദേഹം പാസ്റ്റിലോട്ട് പോകാൻ തീരുമാനിക്കുന്നു. പാസ്റ്റിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അദ്ദേഹം പാസ്റ്റിലോട്ട് പോകുന്ന മെത്തേഡാണ് ഈ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷനിലെ തേർഡ് ലെവലിലൂടെയാണ് നമ്മളുടെ നറേറ്ററായ ചാർലി പാസ്റ്റിലോട്ട് പോകുന്നത്. ഇതുവരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് തേർഡ് ലെവൽ എന്താണെന്ന് നോക്കാം. ഈ തേർഡ് ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് ഫ്ലോർ തന്നെയാണ്. നമ്മൾ ഈ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ എന്ന് പറയില്ലേ, അതുപോലെ തേർഡ് ഫ്ലോറാണ് തേർഡ് ലെവൽ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഈ ഫസ്റ്റ് ഫ്ലോറ്, സെക്കൻഡ് ഫ്ലോറ്, തേർഡ് ഫ്ലോർ, അതായത് താഴോട്ട് ഗ്രൗണ്ടിൽ, അണ്ടർഗ്രൗണ്ടിലോട്ടായിട്ടാണ് ഈ ഫ്ലോർ കിടക്കുന്നത്. അപ്പോൾ ഈ തേർഡ് ഫ്ലോർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ടൈപ്പ് ഓഫ് എസ്കേപ്പിസമാണ് ഫ്രം റിയാലിറ്റി. അയാൾക്ക് എങ്ങനെയെങ്കിലും ഈ പ്രസൻറ്റിൽ നിന്നും, അതായത് ഈ വോറൊക്കെ കഴിഞ്ഞു, ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മളുടെ വോർ അവസാനിക്കുന്നത് 1945 അപ്പോൾ 1945 കഴിഞ്ഞിട്ടാണ് ആരെഴുതുന്നത്? ജാക്ക് ഫിന്നി നമ്മൾ ഈ സ്റ്റോറി എഴുതുന്നത്.
അപ്പോൾ ഒബ്വിയസ്ലി ആ ഒരു എഫക്റ്റ് നമ്മളുടെ റൈറ്റിംഗ്, അതായത് റൈറ്ററിൻ്റെ റൈറ്റിങ്ങിൽ ഒബ്വിയസ്ലി അത് ഉണ്ടാവുമല്ലോ. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അപ്പോൾ അയാൾ ഇതിൽ നിന്നും, റിയാലിറ്റിയിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ നോക്കുവാണ്. പിന്നെ ഇതിൽ, അതായത് നമ്മളുടെ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അത് വേറൊന്നുമല്ല, പേജ് നമ്പർ 3, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 3 എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ചിത്രമുണ്ട്. അത് വേറൊന്നുമല്ല, ഇങ്ങനെ കുറേ ഒരു മരം പോലെ വരച്ചിട്ടുണ്ടാവും. അതിൽ കുറേ റൂട്ട് പല പല സ്ഥലങ്ങളിലോട്ടായി എത്തുന്നത് പോലെ ആയിരിക്കും. അത് തന്നെയാണ് നമ്മളുടെ ചാർലിക്ക് സംഭവിക്കുന്നത്. അയാൾ ഈ 3rd ഫ്ലോറിലോട്ട്, അതായത് ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷനിലോട്ട് അയാൾ പോകുന്നു. അയാളുടെ വർക്ക് കഴിഞ്ഞ് അയാൾ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷനിൽ നിന്നാണ് വർക്ക് കഴിഞ്ഞ് അയാൾ എങ്ങോട്ട് പോവാണ്? അയാളുടെ വീട്ടിലോട്ട് പോവാണ്. എങ്ങനെ അയാളുടെ വീട്ടിലോട്ട് പോകുന്നത്? ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷനിൽ, അതായത് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ, ഏതെങ്കിലും ഒരു ട്രെയിനിൽ കയറുന്നു, അയാളുടെ വീട്ടിലെത്തുന്നു. അങ്ങനെയാണ് അയാൾ ദിവസവും അയാളുടെ വീട്ടിലോട്ട് പോകാറ്. അങ്ങനെ പോകുന്ന സമയത്ത് അയാൾ ആക്ച്വലി ഈ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷനിൽ 1st ഫ്ലോറും 2nd ഫ്ലോറും മാത്രമാണുള്ളത്, ഒരു റെയിൽവേ സ്റ്റേഷൻ. ആ റെയിൽവേ സ്റ്റേഷനിൽ 1st ഫ്ലോറും 2nd ഫ്ലോറും ഉണ്ട്, 3rd ഫ്ലോർ ഇല്ലവേ ഇല്ല. പക്ഷെ ഇയാളുടെ ഇമാജിനേഷനാണ് ഈ 3rd ഫ്ലോർ എന്ന് പറയുന്നത്, 3rd ലെവൽ എന്ന് പറയുന്നത്. ഇയാളുടെ ഇമാജിനേഷനാണ് അവിടെ നടക്കുന്നത്, എസ്കേപ്പിസമാണ് ഫ്രം റിയാലിറ്റി. അപ്പം ഞാൻ പറഞ്ഞു, പേജ് നമ്പർ 3 ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിൽ നമുക്ക് കാണാം, അയാൾ ഓരോ തവണ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷനിലോട്ട് പോകുമ്പോഴും ഓരോ വഴിയിലോട്ടായിട്ട്, ഓരോ വഴിയിലൂടെ അയാൾ അറിയാതെ അയാളുടെ ഇമാജിനേഷനിൽ അയാൾ ഓരോരോ വഴിയിലൂടെ പോകുന്നു. ഓരോരോ വഴിയിലൂടെ പോകുമ്പോൾ അയാൾ എവിടെയാണ് എത്തുന്നത്? 3rd ലെവലിലാണ് എത്തുന്നത്. ആ 3rd ലെവലിൽ ഒരിക്കൽ പോയപ്പോൾ അയാൾ 3rd ലെവലിൽ എത്തുന്ന സ്ഥലം റോസ്വെൽട്ട് ഹോട്ടലാണ്. പിന്നെ അടുത്ത തവണ അയാൾ 3rd ലെവലിൽ എത്തുന്നത് എവിടെയാണ്? ഓഫീസ് ബിൽഡിംഗ്, 46th സ്ട്രീറ്റ്. ഈ 2 സ്ഥലങ്ങളിൽ അയാൾ അറിയാതെ നമ്മളെ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷനിലൂടെ 3rd ലെവലിൽ എത്തുന്നു. 3rd ലെവലിൽ എത്തുമ്പോൾ അയാൾ കാണുന്നത് എന്താണ്? ഒരിക്കൽ കാണുന്നത് റോസ്വെൽട്ട് ഹോട്ടലും, പിന്നെ ഒരിക്കൽ കാണുന്നത് ഓഫീസ് ബിൽഡിങ്ങും, ഒരു ബിസി ഓഫീസ് ബിൽഡിങ്ങുമാണ്. 46th സ്ട്രീറ്റിലെ ഓഫീസ് ബിൽഡിങ്ങുമാണ് അയാൾ കാണുന്നത്. അങ്ങനെ ഒരിക്കൽ അയാളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്, തൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ അങ്ങനെ അറിയാതെ അയാൾ 3rd ലെവലിൽ എത്തുകയാണ്. 3rd ലെവലിൽ എത്തുമ്പോൾ അയാൾ എവിടെ എത്തുന്നു? ഒരു പാസ്റ്റ്, അയാൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു മെത്തേഡ് അയാൾക്ക് കിട്ടുകയാണ്. ആ 3rd ലെവലിൽ എത്തുന്ന സമയത്ത് അയാൾ അവിടെ കാണുമ്പോൾ അയാൾക്ക് എന്തൊക്കെയാണ് കാണുന്നത്? ദ വേൾഡ് എന്ന് പറയുന്ന പണ്ട് കാലത്തെ ഒരു ന്യൂസ് പേപ്പറാണ് ദ വേൾഡ് എന്ന് പറയുന്നത്. അതവിടെ കാണുന്നു ആ സ്റ്റേഷനിൽ, ആ 3rd ലെവലിൽ. ഒരിക്കൽ പോയപ്പോൾ അയാൾ കാണുന്നത് റോസ്വെൽട്ട് ഹോട്ടൽ, പിന്നെ പോകുമ്പോൾ അയാൾ കാണുന്നത് ഓഫീസ് ബിൽഡിംഗ് ആണ്. പിന്നെ ഒരിക്കൽ നമ്മൾ ഈ സ്റ്റോറി മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഒരിക്കൽ അയാൾ എത്തുന്നത് ഒരു ബിസി റെയിൽവേ സ്റ്റേഷനിലാണ്. 3rd ലെവലിൽ ബിസി റെയിൽവേ സ്റ്റേഷനിൽ അയാൾ എത്തുന്നു. അവിടെ അയാൾക്ക് ചുറ്റുമുള്ളത് എന്താണ്? പഴയ കാലത്തെ സൂചിപ്പിക്കുന്നു. പഴയ കാലത്തെ ഡ്രസ്സുകൾ, പഴയ കാലത്തെ സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർ, പിന്നെ അതുപോലെ തന്നെ ഒരു ന്യൂസ് പേപ്പർ ബോയിനെ കാണുകയാണ്. ആ ന്യൂസ് പേപ്പർ ബോയ് ദ വേൾഡ് എന്ന് പറയുന്ന ന്യൂസ് പേപ്പറാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഇന്നത്തെ കാലത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു വിചാരം അയാൾക്കറിയാം. അയാൾക്ക് അത്രയും നോളേജ് ഉണ്ട്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തുന്ന സമയത്ത്, ഇവിടെ TRAIN ആണ്, അത് വിട്ടുപോയതാണ്. അയാൾ അവിടെ ട്രെയിൻ ടു ഗേൾസ്ബർഗ്, അയാൾക്ക് ഗേൾസ്ബർഗിലോട്ടുള്ള ട്രെയിന് അയാൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അയാൾ അങ്ങോട്ടേക്ക് പോവാം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ അവിടെ ഒരു ക്യാഷ് പ്രോബ്ലം വരുന്നു. ആ ക്യാഷ് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, അയാൾ ഇപ്പോൾ ഉള്ളത് 1952 ഞാൻ പറഞ്ഞു, അയാളിപ്പോൾ ഉള്ളത് ഇവിടെ 1952 1952 അയാളിപ്പോൾ ഉള്ളത്. അതായത് ഈ സ്റ്റോറി നടക്കുന്നത്, പ്രസൻറ്റ് എന്ന് പറയുന്നത് 1952 ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവുക ഏത് ക്യാഷാണ്? 1952 ക്യാഷ് ആയിരിക്കുമല്ലോ അയാളുടെ കയ്യിലുണ്ടാവുക. പക്ഷേ ഇയാൾ പോകുന്ന ഇയർ ഏതാണെന്നറിയോ? 1894 ആണ് ഇയാൾ പോകുന്ന വർഷം. 1894 അതായത് ഇയാളുള്ളത് 1952 അയാൾ പോകാൻ ആഗ്രഹിക്കുന്നത് 1894 അപ്പോൾ ഇത് പ്രസൻറ്റും ഇത് പാസ്റ്റുമാണ്.
അപ്പോൾ അയാൾ എന്ത് ചെയ്യാണ്, ഈ രണ്ട് ക്യാഷും തമ്മിലൊരു ക്ലാഷ് വരുന്നുണ്ടല്ലോ അവിടെ. അപ്പോൾ അയാൾ തിരിച്ച് 1952 വരുവാണ്. 1952 അയാൾ വരുവാണ്. അങ്ങനെ വരുന്ന സമയത്ത് അയാൾക്ക് അവിടെ എന്ത് ചെയ്യണം, ഒരു ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്യണം. അതായത് ഇയാൾക്ക് വേണ്ടത് 1894 ക്യാഷാണ്, പക്ഷേ ഇയാളുടെ കയ്യിലുള്ളത് 1952 ക്യാഷാണ്. അപ്പം ഇയാൾ പ്രസൻറ്റിലോട്ട് വന്നിട്ട് അവിടെ വന്നിട്ട് ഇയാൾ ചോദിക്കുവാണ്, എനിക്ക് പഴയ ക്യാഷ് വേണം. പഴയ ക്യാഷ്, അതായത് നമ്മൾ ഈ കോയിൻ കളക്ഷനൊക്കെ ഈ എംബസിയിലൊക്കെ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് മണി എക്സ്ചേഞ്ചിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പണ്ടത്തെ ക്യാഷ് ഇപ്പോഴും കിട്ടും. പക്ഷേ ഒരേ ഒരു നിബന്ധനയേ ഉള്ളൂ, അവിടെ നമ്മളൊരു പ്രീമിയം കിട്ടേണ്ടി വരും. അതായത് ഇപ്പം നമ്മളുടെ കയ്യിലുള്ളത് നമ്മൾ വിചാരിക്കാം ഈ സ്റ്റോറിയിലുള്ളത് പോലെ തന്നെ ഒരു 300 രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ നമുക്ക് ഈ ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിൽ കിട്ടുക ലെസ് ദാൻ 200 ആയിരിക്കും. ലെസ് ദാൻ 200 ആണ് നമ്മളുടെ കയ്യിൽ കിട്ടുക. ഇവിടെ രൂപയല്ല, ഇത് വേറൊരു നാട്ടിൽ നടക്കുന്ന കഥയാണ്. അപ്പോൾ ഇത് രൂപയല്ല, അത് കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ്. സോ 300 റുപ്പീസ് അയാളുടെ സേവിങ്സ് ആയിരുന്നു. അതെല്ലാം കൊടുത്ത് അയാൾക്ക് കിട്ടുന്നത് ലെസ് ദാൻ 200 ആണ്. ഓക്കെ. സോ എന്നിട്ട് അയാൾ എന്ത് ചെയ്യാണ്, ക്യാഷൊക്കെ സംഘടിപ്പിച്ചു. അയാൾക്ക് എങ്ങോട്ട് പോകണം, നമ്മളുടെ ഗെയിൽസ്ബർഗിലോട്ട് പോകണം. അതിന് വേണ്ടിയിട്ട് അയാൾ തിരിച്ചെങ്ങോട്ട് പോവാണ്, 1894 തന്നെ പോവാണ്. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാന്ന്. ഓക്കെ. സോ അയാൾ പാസ്റ്റിലോട്ട് തന്നെ പോയിട്ട് എങ്ങനെയാണ് പോകുന്നത്, ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷനിൽ 3rd ലെവലിൽ എത്തുന്നു. 3rd ലെവലിൽ എത്തുമ്പോൾ ആദ്യത്തെ തവണ പോയപ്പോൾ അയാൾക്ക് കിട്ടിയത് എന്താ, റോസ് വേൾഡ് ഹോട്ടലാണ്. രണ്ടാമത്തെ തവണ പോയപ്പോൾ കിട്ടിയത് എന്തായിരുന്നു, നമ്മളിവിടെ പറഞ്ഞു ഒരു ഓഫീസ് ബിൽഡിംഗ് ആയിരുന്നു, 46th സ്ട്രീറ്റ് ആയിരുന്നു. പിന്നെ അയാൾ പോയപ്പോൾ ശരിക്കും ഒരു നോർമൽ റെയിൽവേ സ്റ്റേഷൻ പോലെ കണ്ടു. അവിടെ പോയി കണ്ടപ്പോൾ അയാൾക്ക് ഗെയിൽസ്ബർഗിലോട്ടുള്ള ടിക്കറ്റൊക്കെ റെഡിയായി നിൽക്കുമായിരുന്നു, പക്ഷേ അയാൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇത്തവണ അയാൾ പോകുന്ന സമയത്ത് ബാക്ക് ടു പാസ്റ്റ് പോയപ്പോൾ അയാൾക്ക് അവിടെ എന്ത് പറ്റിയില്ല, അങ്ങനെ ഒരു സ്ഥലമേ കാണാൻ സാധിച്ചില്ല. ഓക്കെ. അപ്പോൾ അയാളുടെ ഭാര്യ പറഞ്ഞു, നിർത്ത്, ഈ പണിയൊക്കെ നിർത്ത്, ഇനി ഇത് വേണ്ടവേ വേണ്ട, നിർത്തിക്കൂ എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ അയാളും ഇതൊക്കെ ഒന്ന് നിർത്തി പഴയ പോലെ റുട്ടീനിൽ അയാളുടെ വർക്കിലോട്ട് പോവാണ്. പക്ഷേ എഗെയിൻ ആ വർക്കിലോട്ട് പോകുമ്പോൾ അയാൾക്ക് ദ സെയിം സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ട്. ഹീ ഈസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പി വിത്ത് ദ പ്രസൻറ്റ്. ഓക്കെ. ഇവിടെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, നമ്മളുടെ ചാർലിക്ക് ഒരു സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ട്. ഓക്കെ. ഹീ ലൈക്സ് ടു കളക്ട് ദി സ്റ്റാമ്പ്സ്. അപ്പോൾ അയാളുടെ മെയിനായിട്ടുള്ളൊരു ഹോബി എന്ന് പറയുന്നതാണ് ഈ സ്റ്റാമ്പ് കളക്ഷൻ. ഇതിൽ ഫസ്റ്റ് ഡേ കവർ എന്നുള്ളൊരു സാധനമുണ്ട് നമ്മുടെ സ്റ്റോറിയിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ ലെറ്റർ അയക്കാം. ഓക്കെ. അതിലൊരു സ്റ്റാമ്പ് എന്തായാലും ഓൾറെഡി ഫിക്സ് ചെയ്താലല്ലേ നമുക്ക് നമ്മൾ തന്നെ ലെറ്റർ അയക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഇപ്പോൾ ഇന്നാണ് സ്റ്റാമ്പ് റിലീസാവുന്നതെന്ന് വിചാരിക്കാം. അന്നത്തെ ഡേറ്റിന് എനിക്ക് തന്നെ ലെറ്റർ എഴുതുവാണ്. അപ്പോൾ ഒബ്വിയസ്ലി എനിക്ക് ആ സ്റ്റാമ്പ് കിട്ടും. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു വാട്സപ്പ് മെസ്സേജ്, നമ്മൾക്ക് എന്തെങ്കിലും ഒരു നോളേജ് അല്ലെങ്കിൽ എന്തെങ്കിലും മിസ് ചെയ്ത് പോകണ്ടെന്ന് വെച്ചിട്ട് നമ്മൾക്ക് തന്നെ മെസ്സേജ് ചെയ്യാറില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെ. അപ്പോൾ സ്റ്റാമ്പ് കളക്ട് ചെയ്യാൻ വേണ്ടി അയാൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫസ്റ്റ് ഡേ കവർ. ഓക്കെ. സോ ലെറ്റ്സ് കം ബാക്ക് ഹിയർ. സോ ഇവിടെ അയാൾ നിർത്തുവാണ്, 3rd ലെവലിലോട്ട് പോകുന്നത് നിർത്തുവാണ്. അപ്പോൾ അയാൾ എഗെയിൻ ഹീസ് ഫോളോയിങ് ഇൻ ടു ദ സെയിം സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ അല്ലേ. അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഒരു എസ്കേപ്പിസം വേണം. അപ്പോൾ അയാൾ പിന്നെയും എന്തിലോട്ട് പോവാണ്, സ്റ്റാമ്പ് കളക്ഷനിലോട്ട് പോവാണ്. അങ്ങനെ സ്റ്റാമ്പ് കളക്ഷനിലോട്ട് പോകുന്ന സമയത്ത് അയാൾക്ക് കുറേ ലെറ്റേഴ്സ് കിട്ടുന്നു. അയാൾക്ക് തന്നെ അയച്ച കുറേ ലെറ്റേഴ്സ്, അതായത് ത്രൂ സ്റ്റാമ്പ് കളക്ഷന് വേണ്ടിയിട്ട് അയാൾക്ക് തന്നെ ലെറ്റർ അയക്കുമായിരുന്നു. അപ്പോൾ അതിൽ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. അതെന്താണ്, സാം, അതായത് അയാളുടെ ഒരു സൈക്കാട്രിസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇയാളുടെ അടുത്താണ് ചാർലി എല്ലാ കാര്യങ്ങളും പറയാറ്. ഇയാൾ 3rd ലെവലിൽ പോയിട്ടുണ്ട്, 3rd ലെവലിൽ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് ഈ സാമുമായിട്ട് നമ്മളെ ചാർലി എപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സാമിൻ്റെ ഒരു ലെറ്റർ നമ്മളെ സ്റ്റാമ്പ് കളക്ഷനിൽ നിന്നും നമ്മളെ ചാർലിക്ക് കിട്ടുവാണ്. ആക്ച്വലി ഇതെന്താണ്, ഒരു ടൈപ്പ് ഓഫ് ഹാലൂസിനേഷനാണ്. അയാൾ 3rd ലെവലിൽ പോകുന്നത് നിർത്തി. അപ്പോൾ അയാൾക്ക് വേറെ എന്തെങ്കിലും ഒരു റിലീഫ് വേണ്ടേ. അപ്പോൾ അയാൾ അങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്റ്റാമ്പ് കളക്ഷൻ. ദിസ് ഇസ് ജസ്റ്റ് എ ഹാലൂസിനേഷൻ. ഓക്കെ. എന്നിട്ട് സാം അതിൽ എഴുതിയിരിക്കുന്നത് വേറൊന്നുമല്ല,
ഞാൻ ഇപ്പോൾ ഉള്ളത് ഗെയിൽസ്ബർഗിലാണ്. ഗെയിൽസ്ബർഗ് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു പ്ലേസാണ്. നീയും ലൂസിയും ഇങ്ങോട്ട് വരണം, നമുക്ക് സന്തോഷമായിട്ടിരിക്കാം, ഇവിടെ ഭയങ്കര പീസാണ്, നമ്മളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് വേൾഡ് പോലെയല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് സാം ലെറ്റർ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ ചാർലി വിചാരിക്കുകയാണ് സാം അവിടെ എന്ത് ബിസിനസ്സായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ആക്ച്വലി സൈക്കാട്രിസ്റ്റ് എന്ന് പറയുന്നൊരു ജോബ് എപ്പോഴായിരിക്കും ഇവോൾവ് ആയി വന്നിട്ടുണ്ടാവാം? ഈ വേൾഡ് വാറിന് ശേഷമൊക്കെ. വേൾഡ് വാറിന് ശേഷമാണല്ലോ നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനൊക്കെ ഒരു പ്രോബ്ലം വന്ന് തുടങ്ങിയ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അതുവരെ നമ്മളെല്ലാവരും പീസിൽ തന്നെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതിന് ശേഷമാണ് ഈ സൈക്കാട്രിസ്റ്റിൻ്റെ ഒരു പ്രൊഫഷനൊക്കെ നമ്മളുടെ ലോകത്തിന് ഇൻട്രൊഡ്യൂസ് ആയി വരുന്നത്. അപ്പോൾ അതിന് മുന്നേ അവിടെ, അപ്പോൾ അതായത് സാം ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് എന്ന് പറയുന്നത് ഈ നമ്മളുടെ പശുക്കളെ അല്ലെങ്കിൽ അവരുടെ തീറ്റ, അവരുടെ വൈക്കോൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ബിസിനസ്സായിരിക്കും സാം അവിടെ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് നമ്മളുടെ ചാർലി അസ്യൂം ചെയ്യുകയാണ്. കാരണം ദർ ഇസ് നോ നീഡ് ഓഫ് എ സൈക്കാട്രിസ്റ്റ് ഇൻ ദാറ്റ് ഇയർ, ദാറ്റ് ഇസ് ഇൻ 1894. So hope you understood. If there is any doubt, do comment. Okay, thank you.